എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഏറെ സന്തോഷം നൽകുന്ന, അഭിമാനം നൽകുന്ന വാർത്തകളാണ് പല അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും ഇപ്പോൾ വരുന്നത്. നമ്മുടെ ആംക പ്രൊജക്റ്റ് ലേറ്റ് ആണ്, പക്ഷെ അത് വരുമ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടായിരിക്കും വരുന്നത്. അതിൻ്റെ ആദ്യത്തെ ഫ്ലൈറ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്ന 2028 അതിനുശേഷം ഒരുപാട് ടെസ്റ്റുകൾക്കെല്ലാം ശേഷം 2035 അതിൻ്റെ മുമ്പോ ആംകയുടെ പ്രൊഡക്ഷൻ ആരംഭിക്കും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. പ്രൈവറ്റ് കമ്പനികളുടെ പാർട്ട്ണർഷിപ്പും കൂടെ വരുമ്പോഴത്തേനും ഇത് കുറച്ചും കൂടെ വേഗത്തിലാവാനാണ് സാധ്യത. പക്ഷേ ആ സമയമാകുമ്പോഴേക്കും ചൈനയ്ക്ക് ഒരുപക്ഷെ അവരുടെ 6ാം തലമുറ യുദ്ധവിമാനങ്ങൾ റെഡി ആയിട്ടുണ്ടാവും. എന്നിരുന്നാലും ആംക മാർക്ക് 2 വരുമ്പോഴത്തേനും അതിന് ഒരുപാട് 6ാം തലമുറ യുദ്ധവിമാനങ്ങളുടെ കേപ്പബിലിറ്റീസും ഉണ്ടാകും. ഈ വിവരങ്ങൾ ഞാൻ ശേഖരിച്ചത് ഒരുപാട് ഇന്റർനാഷണൽ മിലിറ്ററി ജേർണൽസും അതുപോലെ തന്നെ ന്യൂസുകളും ഒക്കെ റെഫർ ചെയ്തിട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതെന്നുള്ള ഒരു അപേക്ഷയോടുകൂടി നമുക്ക് ആരംഭിക്കാം. ആംക ഞാനിവിടെ കമ്പയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ചൈനയുടെ J-20 തന്നെയാണ്. പല ആളുകളും നെറ്റിച്ചൊളിച്ചേക്കാം, കാരണം ചൈനയുടെ J-20 ഒരുപാട് അഡ്വാൻസ്ഡ് ആണെന്നുള്ള ഒരു പ്രൊപ്പഗണ്ടയാണ് നമ്മളെല്ലാം കേട്ടിട്ടുള്ളത്. ഈ രണ്ട് വിമാനങ്ങളുടെയും ഉദ്ദേശിച്ചിട്ടുള്ള കേപ്പബിലിറ്റി അറിവായിട്ടുള്ള സ്പെസിഫിക്കേഷനും ഉൾപ്പെടുത്തി ആംക ഇപ്പോഴും ഡെവലപ്മെൻറ്റ് സ്റ്റേജിലാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. പ്രധാനമായിട്ടും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇത് രണ്ടും ഏത് ജനറേഷൻ വിമാനങ്ങളാണെന്ന് നമ്മൾ നോക്കണം. ചൈനയുടെ J-20 ഒരു 5ാം തലമുറ യുദ്ധവിമാനമാണ്. പക്ഷേ അതിൻ്റെ പുറത്ത് ഒരുപാട് ഡിബേറ്റ്സ് നടക്കുന്നുണ്ട്. കാരണം അത് 5ാം തലമുറ കേപ്പബിലിറ്റീസ് പൂർണ്ണമായിട്ട് ഇല്ല എന്നൊക്കെ ഒരു വാദങ്ങൾ പല ഭാഗത്തും ഉണ്ട്. എന്നിരുന്നാലും ആംക ഒരു 5.5 ജനറേഷൻ ഫൈറ്റർ വിമാനം തന്നെയാണ്. അതിൽ ഏറ്റവും നല്ല സ്റ്റെൽത്ത് കേപ്പബിലിറ്റിയും സൂപ്പർ ക്രൂസ് കേപ്പബിലിറ്റിയും അഡ്വാൻസ്ഡ് ഏവിയോണിക്സും എല്ലാം ഉണ്ടാകും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആംകയിൽ ഒരുപാട് 6ാം തലമുറ യുദ്ധവിമാനങ്ങളുടെ ടെക്നോളജിയും അതിലുണ്ടാകും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. രണ്ടിൻ്റെയും റോളിലും ഒരുപാട് വ്യത്യാസമുണ്ട്. ചൈനയുടെ J-20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എയർ സുപ്പീരിയോറിറ്റി റോളിനും ലോങ് റേഞ്ച് ഇൻ്റർസെപ്ഷനും വേണ്ടിയിട്ടാണ്. പക്ഷേ ആംക ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു മൾട്ടി റോൾ ഫൈറ്ററായിട്ടാണ്. അതായത് അതിന് എയർ സുപ്പീരിയോറിറ്റി റോളിലും ഗ്രൗണ്ട് അറ്റാക്ക് റോളിലും ഇലക്ട്രോണിക് വാർഫെയറിലും എല്ലാം അതിൻ്റെ മേന്മ തെളിയിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള മറ്റൊരു ഘടകമാണ് ഈ വിമാനങ്ങളുടെ സ്റ്റെൽത്ത് കേപ്പബിലിറ്റി. രണ്ട് വിമാനങ്ങളിലും ധാരാളമായിട്ട് സ്റ്റെൽത്ത് ഫീച്ചേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതിൻ്റെ റഡാർ ക്രോസ് സെക്ഷനെ കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ ലഭ്യമല്ല, അതെല്ലാം ക്ലാസിഫൈഡ് ആണ്. പക്ഷേ രണ്ട് വിമാനങ്ങളിലും ഇന്റേണൽ വെപ്പൺ ബേസ് ഉണ്ട്, റഡാർ അബ്സോർബൻ മെറ്റീരിയൽസ് ഉണ്ട്, അതുപോലെ തന്നെ റഡാർ വേവ്സിനെ റിഫ്ലക്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടുള്ള ഷേപ്പ് ഓപ്റ്റിമൈസേഷനും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആംകയുടെ ഡിസൈനെ മൊത്തത്തിൽ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റഡാർ ക്രോസ് സെക്ഷൻ ഏതാണ്ട് F-35 തുല്യമായിട്ട് വരും എന്നുള്ളതാണ്. അതേസമയം J-20 നമ്മൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ J-20 ഫ്രണ്ടിൽ നിന്നുള്ള സ്റ്റെൽത്ത് പ്രൊഫൈൽ വളരെ കൂടുതലാണ്. അതിൻ്റെ റഡാർ ക്രോസ് സെക്ഷൻ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ വളരെ കുറവാണ്. എന്നിരുന്നു കഴിഞ്ഞാലും വശങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ അതിൻ്റെ RCS താരതമ്യേന ഒരുപാട് കൂടുതലാണെന്ന് കാണാം. ഇവിടെ സ്റ്റെൽത്ത് കേപ്പബിലിറ്റിയുടെ കാര്യത്തിൽ ആംക വിമാനങ്ങൾക്ക് ശക്തമായ ഒരു മേൽക്കോയ്മ ഉണ്ട് എന്ന് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ വരുന്നത് എഞ്ചിൻ്റെ കാര്യത്തിലേക്കാണ്. ആദ്യം J-20 നിർമ്മിച്ചിരുന്ന റഷ്യയുടെ AL-31 എഞ്ചിൻസ് ഉപയോഗിച്ചിട്ടാണ്. ഇപ്പോൾ അവർ ചൈനയുടെ എഞ്ചിൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ആ എഞ്ചിനിൽ ഒരുപാട് പോരായ്മയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ചൈന ഇപ്പോൾ കുറച്ചും കൂടെ ശക്തമായ ഒരു എഞ്ചിൻ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു റിസർച്ചിലും കൂടെയാണ്. നമുക്കെല്ലാവർക്കും അറിയാം ആംകയിൽ നമ്മൾ 2 വേരിയൻസ് ആണ് പ്ലാൻ ചെയ്യുന്നത്. മാർക്ക് 1 ഒരു പക്ഷേ GE414 എഞ്ചിൻ ഉപയോഗിച്ചേക്കാം, പക്ഷേ അതും പൂർണ്ണമായിട്ടും തീരുമാനമായിട്ടില്ല. അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ റോൾസ് റോയ്സിൻ്റെ എഞ്ചിനും അതുപോലെ സഫ്രാൻ്റെ എഞ്ചിനും റഷ്യയുടെ 177S എഞ്ചിനും എല്ലാം നമ്മളിപ്പോൾ പരിഗണിക്കുന്നുണ്ട്. ഏതായിരിക്കും ഫൈനലൈസ് ആവുക എന്നറിയില്ല. പക്ഷേ ആംക മാർക്ക് 2 വരുമ്പോഴേക്കും ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ ആരുടെ കൊളാബറേഷൻ എടുത്തിട്ടായാലും വേണ്ടില്ല, നമ്മൾ ഡൊമസ്റ്റിക്കലി ഡെവലപ്പ് ചെയ്ത് മാനുഫാക്ചർ ചെയ്യുന്ന അതിശക്തമായ ഒരു എഞ്ചിൻ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും നമുക്ക് വേണ്ട. ഇതിലൊക്കെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു ഘടകമാണ് ഈ വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന ഏവിയോണിക്സ്. രണ്ട് വിമാനങ്ങളിലും അഡ്വാൻസ്ഡ് ഏവിയോണിക്സ് ഉണ്ടാകും എന്നുള്ള കാര്യം വളരെ സ്പഷ്ടമാണ്. രണ്ടിലും ഏസർ റഡാറുകൾ ഉണ്ടാവും, അഡ്വാൻസ്ഡ് സെൻസർ സ്വീറ്റ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റംസും ഉണ്ടാകും. പക്ഷേ ആംകയിൽ വരാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള സെൻസർ ഫ്യൂഷൻ ആയിരിക്കും. പ്രത്യേകിച്ചും അത് ഏറ്റവും നൂതനമായ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റം ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ലേറ്റായിട്ട് വന്നാലും ലേറ്റസ്റ്റ് ആയിട്ട് തന്നെ വരുമെന്ന്. പിന്നെ വെപ്പൺസിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ രണ്ട് വിമാനങ്ങളിലും ഒരുപാട് എയർ ടു എയർ, എയർ ടു ഗ്രൗണ്ട് മിസൈൽസും എല്ലാം ക്യാരി ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. രണ്ട് വിമാനങ്ങളിലും ഇൻറ്റേർണൽ വെപ്പൺ ബേകളുണ്ട്. പക്ഷേ ആംകയിൽ ഹൈപ്പർസോണിക് വെപ്പൺസും ഡയറക്റ്റഡ് എനർജി വെപ്പൺസും ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഡെവലപ്മെൻറ്റ് സ്റ്റാറ്റസിൻ്റെ കാര്യത്തിൽ J-20 തീർച്ചയായിട്ടും ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. കാരണം അത് ഓപ്പറേഷനിലാണ്, ഓൾറെഡി ഇൻ സർവീസാണ്.
ആംക ഇപ്പോഴും അണ്ടർ ഡെവലപ്മെൻ്റ് ആണ് എന്നൊരു ഡിസഡ്വാൻറ്റേജ് തീർച്ചയായിട്ടും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആംകയ്ക്ക് ഉണ്ട്. ഇനി നമ്മൾ പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളിലേക്കാണ് ഒന്ന് കടന്നു ചെല്ലാൻ പോകുന്നത്. സ്പെസിഫിക്കേഷൻസിൽ വരികയാണെന്നുണ്ടെങ്കിൽ 2 വിമാനങ്ങളും ട്വിൻ എഞ്ചിൻ കോൺഫിഗറേഷനുള്ള ത്രസ്റ്റ് വെക്ടറിംഗ് കേപ്പബിലിറ്റിയുള്ള വിമാനങ്ങളാണ്. അവിടെയും നമ്മുടെ മുമ്പിലേക്ക് ഇപ്പോൾ വന്നിട്ടുള്ള കൊളാബറേഷൻ ഓഫറുകൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിശക്തമായ 2 എഞ്ചിനാണ് നമ്മൾ ആംകയിൽ ഘടിപ്പിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും. സ്പീഡിൻ്റെ കാര്യം വരുമ്പോഴേക്കും ആംക തന്നെയാണ് ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത്. ആംകയുടെ സ്പീഡ് 2.5 മാക്കാണ്. ഇവിടെ നമ്മൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ F-22 വിമാനങ്ങളുടെ സ്പീഡ് 2.25 മാക്കേ ഉള്ളൂ. F-35ൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 1.6 മാക്കാണ്. J-20യുടെ സ്പീഡ് 2 മാക്കാണ്. സുഖോയ് 57ൻ്റെ സ്പീഡും 2 മാക്കാണ്. ഇനി റേഞ്ചിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ആംകയ്ക്ക് 3240 കിലോമീറ്ററാണ് അതിൻ്റെ റേഞ്ച്. F-22ൻ്റെ റേഞ്ച് 2960 കിലോമീറ്ററാണ്. F-35ൻ്റെ റേഞ്ച് 2220 കിലോമീറ്ററാണ്. J-20ക്ക് 3700 കിലോമീറ്റർ റേഞ്ച് ഉണ്ട്. സുഖോയ് 57ന് 3500 കിലോമീറ്റർ റേഞ്ചും ഉണ്ട്. ഇനി സർവീസ് സീലിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും ആംക മുന്നിൽ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. ആംകയുടെ സർവീസ് സീലിംഗ് എന്ന് പറയുന്നത് 65,000 അടി ആയിരിക്കും എന്നാണ് കണക്കാക്കപ്പെടുന്നത്. F-22നും അത് 65,000 അടി സീലിംഗ് ഹൈറ്റ് ഉണ്ട്. F-35നാണെങ്കിൽ അത് 50,000 അടിയാണ്. J-20ക്കും 65,000 അടിയുടെ സീലിംഗ് ഹൈറ്റ് ഉണ്ട്. സുഖോയ് 57ന് 66,000 അടിയാണ് അതിൻ്റെ സീലിംഗ് ഹൈറ്റ്. ഇനി സൂപ്പർ ക്രൂസ് കേപ്പബിലിറ്റിയുടെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആംകയും J-20യും ഏകദേശം സിമിലർ ആയിട്ടുള്ള സൂപ്പർ ക്രൂസ് സ്പീഡ് ഉണ്ട് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. രണ്ടിനും ഏകദേശം 1.82 മാക്ക് ആയിരിക്കും സൂപ്പർ ക്രൂസ് കേപ്പബിലിറ്റി. F-22ൻ്റെ സൂപ്പർ ക്രൂസ് സ്പീഡ് എന്ന് പറയുന്നത് 1.5 മാക്കാണ്. സുഖോയ് 57ൻ്റെ സൂപ്പർ ക്രൂസ് സ്പീഡ് എന്ന് പറയുന്നത് 1.3 മാക്കാണെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനി ഈ വിമാനങ്ങളുടെ പ്രധാനപ്പെട്ട കേപ്പബിലിറ്റീസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമുക്ക് സ്റ്റെൽത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിട്ടുള്ള ഷേപ്പിംഗ് ആൻഡ് ഡിസൈനിലേക്ക് പോകാം. ആംകയുടെ എയർ ഫ്രെയിം എന്ന് പറയുന്നത് വളരെ സ്മൂത്ത് ആയിട്ടുള്ള ആംഗുലർ സർഫസസും ഷാർപ്പ് എഡ്ജസും എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ റഡാർ വേവ്സിനെ വളരെ നന്നായിട്ട് തന്നെ ഡിഫ്ലക്റ്റ് ചെയ്യാനായിട്ട് അതിന് സാധിക്കും. പിന്നെ വരുന്ന വലിയൊരു ഘടകമാണ് ഈ വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന റഡാർ അബ്സോർബൻറ്റ് മെറ്റീരിയൽസ്, റാം എന്ന് പറയും. 2 വിമാനങ്ങളിലും റഡാർ അബ്സോർബൻറ്റ് മെറ്റീരിയൽസിൻ്റെ കോട്ടിംഗ് ഉണ്ട്. അതായത് റഡാർ വേവ്സിനെ അബ്സോർബ് ചെയ്ത് റിഫ്ലക്റ്റ് ചെയ്യാതെ എനിമി റഡാർ സിസ്റ്റത്തിന് ഇതിനെ കണ്ടുപിടിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു മാനേജ്മെൻറ്റ്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തിടെ വലിയൊരു വാർത്ത വന്നിരുന്നു. ഞാനും അതിനെക്കുറിച്ച് വിശദമായ ഒരു വീഡിയോ ചെയ്തിരുന്നു. IIT കാൺപൂർ ഒരു വലിയ ടെക്നോളജി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അനലക്ഷ്യ മെറ്റാ മെറ്റീരിയൽ സർഫസ് ക്ലോക്കിംഗ് സിസ്റ്റം. ഇത് യുദ്ധവിമാനങ്ങളടക്കം ഏതൊരു ആയുധങ്ങളിലും ഉപയോഗിക്കാൻ കൊള്ളാവുന്ന ഒരു സ്റ്റെൽത്ത് മെറ്റീരിയലാണ്. ഇത് തന്നെ ആംക വിമാനങ്ങളിലും ഉപയോഗിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അനലക്ഷ്യയെക്കുറിച്ച് ഒരുപാട് സർപ്രൈസിംഗ് ആയിട്ടുള്ള വാർത്തകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പോലും വന്നിട്ടുള്ളത്. അനലക്ഷ്യ മെറ്റാ മെറ്റീരിയൽ സർഫസ് ക്ലോക്കിംഗ് സിസ്റ്റത്തിൻ്റെ വീഡിയോയുടെ ഒരു ലിങ്ക് ഞാൻ ഇതിൻ്റെ അവസാനം ഇതിൻ്റെ കൂടെ ചേർക്കാം നിങ്ങൾക്ക് വേണ്ടിയിട്ട്. പിന്നെ വരുന്നത് എല്ലാ സ്റ്റെൽത്ത് വിമാനങ്ങളിലും ഉള്ള പോലെ തന്നെ ഇതിലും ഇന്റേണൽ വെപ്പൺ ബേസ് ഉണ്ട്. പിന്നെ സ്റ്റെൽത്ത് കേപ്പബിലിറ്റിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറഞ്ഞാൽ വിമാനത്തിൻ്റെ എയർ ഇൻടേക്കാണ്. എയർ ഇൻടേക്കിൽ കൂടെ റഡാറുകൾക്ക് വിമാനത്തിൻ്റെ എഞ്ചിൻ്റെ ബ്ലേഡുകൾ കാണാൻ പാടില്ല. ആംകയിൽ ഉപയോഗിച്ചിരിക്കുന്നത് സെർപ്പൻറ്റൈൻ എയർ ഇൻടേക്ക് ഡക്ട്സ് ആണ്. എന്ന് പറഞ്ഞാൽ ഒരു S ഷേപ്പിലുള്ള എയർ ഇൻടേക്ക് ഡക്റ്റുകളാണ്. അതുകൊണ്ട് തന്നെ എഞ്ചിൻ്റെ കംപ്രസർ ബ്ലേഡ്സിനെ റഡാറിൽ നിന്നും മറയ്ക്കാനായിട്ട് ഈ ഒരു ഡിസൈൻ സാധിക്കും. അപ്പോൾ ഫ്രണ്ടിൽ നിന്നുള്ള വിമാനത്തിൻ്റെ റഡാർ ക്രോസ് സെക്ഷൻ അങ്ങേയറ്റം കുറയ്ക്കാനായിട്ട് ഇത് സഹായിക്കും. അതുപോലെ തന്നെ ആംകയിൽ ഉപയോഗിക്കുന്നത് ഒരു ഡൈവേർട്ടർ ലെസ് സൂപ്പർസോണിക് ഇൻലെറ്റ് ആണ്. അങ്ങനെയും അതിൻ്റെ റഡാർ ക്രോസ് സെക്ഷൻ കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് വിമാനത്തിൻ്റെ എക്സോസ്റ്റ് നോസിൽസ്. ആംകയുടെ എക്സോസ്റ്റ് നോസിൽസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എയർക്രാഫ്റ്റിൻ്റെ ഇൻഫ്രാറെഡ് സിഗ്നേച്ചർ ഏറ്റവും അത്രയും കുറയ്ക്കാവുന്ന രീതിയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇൻഫ്രാറെഡ് ഗൈഡഡ് മിസൈൽസിനും ഇതിനെ കണ്ടുപിടിച്ചതിലേക്ക് ലോക്ക് ഓൺ ചെയ്യാനായിട്ട് വളരെ പ്രയാസമാണ്. പിന്നെ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംകയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും നൂതനമായിട്ടുള്ള ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോണിക് വാർഫെയർ സ്വീറ്റ് തന്നെയാണ്. അതിൽ റഡാർ ജാമേഴ്സ് ഉണ്ടാവും, ഡീകോയ്സ് ഉണ്ടാവും, മറ്റുള്ള കൗണ്ടർ മെഷേഴ്സ് ഏതൊക്കെ സാധിക്കുമോ അതെല്ലാം ഉണ്ടാവും. അങ്ങനെ എനിമി റഡാറുകളെയും എനിമി മിസൈൽ സിസ്റ്റത്തിനെയും ഡിസ്റപ്റ്റ് ചെയ്ത് അതിനെ ഒഴിവാക്കി പോകാനായിട്ടും ഇതിന് സാധിക്കുന്നുണ്ട്. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്, ബാക്കി എല്ലാം 5ാം തലമുറ യുദ്ധവിമാനമാണെങ്കിൽ എന്തുകൊണ്ട് ആംകയെ മാത്രം 5.5 ജനറേഷൻ വിമാനം എന്ന് വിളിക്കുന്നു എന്നുള്ളതിൻ്റെ കാരണങ്ങളാണ്. ഒന്നാമത്തെ കാര്യം അങ്ങേയറ്റം എൻഹാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റെൽത്ത് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു ആംകയുടെ സ്റ്റെൽത്ത് കേപ്പബിലിറ്റി F-35വുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള സ്റ്റെൽത്ത് കേപ്പബിലിറ്റിയാണ് ആംകയ്ക്കുള്ളത്. രണ്ടാമത് ഇതിൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആവിയോണിക്സും സെൻസർ ഫ്യൂഷനും എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേയറ്റം കട്ടിംഗ് എഡ്ജ് ടെക്നോളജിയുള്ള ആവിയോണിക്സും സെൻസർ ഫ്യൂഷൻ ടെക്നോളജിയുമാണ് ഇതിൽ ഉപയോഗിക്കുന്നത്.
അതിൻ്റെ കൂടെ ആംകയുടെ ചുറ്റും ഘടിപ്പിച്ചിരിക്കുന്ന സെൻസേഴ്സ് വഴി മിസൈൽ അപ്രോച്ച് വാർണിംഗ് സിസ്റ്റവും എല്ലാം ഉണ്ടാവും. പിന്നെ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ശക്തമായ ഇൻ്റഗ്രേഷൻ. ഡിസിഷൻ മേക്കിങ്ങിൻ്റെ കാര്യത്തിലായാലും ത്രെറ്റ് അനാലിസിസിൻ്റെ കാര്യത്തിലായാലും മിഷൻ പ്ലാനിങ്ങിൻ്റെ കാര്യത്തിലായാലും അങ്ങനെ എവിടെയൊക്കെ സാധ്യമാണോ അങ്ങനെയുള്ള ഒരുപാട് മേഖലയിൽ ഇതിൻ്റെ കൊമ്പാറ്റ് എഫക്റ്റീവ്നെസ് അങ്ങേയറ്റം ശക്തമാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സപ്പോർട്ടും ആംക വിമാനങ്ങൾക്ക് ഉണ്ട്. പിന്നെ വരുന്ന മറ്റൊരു ഘടകം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉയർന്ന സൂപ്പർ ക്രൂസ് കേപ്പബിലിറ്റി തന്നെയാണ്. അതുപോലെ തന്നെ ആംക മാർക്ക് 2 ത്രസ്റ്റ് വെക്ടറിങ്ങും സൂപ്പർ മന്യൂവറബിലിറ്റി കേപ്പബിലിറ്റിയും എല്ലാം ഉണ്ടാവും. അതിനു വേണ്ടിയിട്ട് അതിൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ത്രസ്റ്റ് വെക്ടറിങ് നോസിൽസ് ഉണ്ടാവും. അങ്ങനെ മറ്റുള്ള 5ാം തലമുറ യുദ്ധവിമാനങ്ങളെ അപേക്ഷിച്ച് ഇതിന് വളരെ ഉയർന്ന ചടുലതയും ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് നെറ്റ്വർക്ക് സെൻട്രിക് വാർഫെയർ എന്ന് പറയുന്നത്. കാരണം ഈ വിമാനങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല പോകുന്നത്, വിമാനങ്ങളെല്ലാം കൂടി ഒരു കൂട്ടമായിട്ടായിരിക്കും ഒരു മിഷന് പോകുന്നത്. ഇതിൻ്റെ കൂടെ മറ്റുള്ള ഫൈറ്റർ വിമാനങ്ങൾ കാണും, അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസ് കാണും, അവാക് സിസ്റ്റംസ് കാണും, എയർ റീഫ്യൂലിംഗ് സിസ്റ്റംസ് കാണും, ഗ്രൗണ്ട് സപ്പോർട്ടിംഗ് സിസ്റ്റംസ് കാണും. അപ്പോൾ ഇതെല്ലാമായിട്ട് ഒരേ രീതിയിൽ തടസ്സം കൂടാതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഒരു വാർഫെയർ എൻവയൺമെൻറ്റിൽ ഏറ്റവും ഉയർന്ന കമ്മ്യൂണിക്കേഷനും ഡാറ്റ ഷെയറിംഗ് കേപ്പബിലിറ്റീസും എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മിഷൻ അക്കംപ്ലിഷ്മെൻറ്റ് ഇതിനെ കൊണ്ട് സാധിക്കും എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ പതുക്കെ പുറത്തേക്ക് വരുന്നേ ഉള്ളൂ. അറിവായിട്ടുള്ള വിവരങ്ങൾ വെച്ചിട്ടാണ് ഈ ഒരു കമ്പാരിസൺ ഞാൻ നടത്തിയത്. എന്തായാലും അങ്ങേയറ്റം സന്തോഷം തോന്നുന്നുണ്ട്. കാരണം നമുക്ക് നേരിടേണ്ടി വരുന്ന J-20 വിമാനങ്ങളെയാണ്. അപ്പോൾ ആദ്യത്തെ ബാച്ചിൽ 125 ആംക വിമാനങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം ഇത് നമ്മൾ സ്വന്തമായിട്ട് സമ്പൂർണ്ണമായിട്ട് നിർമ്മിക്കുന്നത് കൊണ്ട് തന്നെ എത്ര വേണമെങ്കിലും നമുക്ക് നിർമ്മിച്ചെടുക്കാൻ സാധിക്കും. കൂടാതെ അങ്ങേയറ്റം മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ഒരു വാർത്തയാണ്. നമ്മൾ സ്വീകരിക്കുമോ ഇല്ലയോ എന്നറിയില്ല. റഷ്യ അവരുടെ സുഖോയ് 57 എല്ലാ ടെക്നോളജിയും നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് മാത്രമല്ല ആംകയുടെ ഡെവലപ്മെൻറ്റിലും നമുക്ക് എവിടെയൊക്കെ പരിമിതികളുണ്ടോ അവിടെയെല്ലാം അവർ സഹായിക്കാമെന്നും അവർ പ്രോമിസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൂടെ ചേർത്ത് നോക്കുമ്പോൾ ഇന്ത്യൻ എയർഫോഴ്സിനെ കുറിച്ച് നമ്മൾ ഇത്രയും കാലം വേവലാതിപ്പെട്ടതിനെ എല്ലാം പരിഹരിച്ച് വളരെ ശക്തമായ ഒരു വ്യോമസേന തന്നെ നമുക്കുണ്ടാകാൻ പോവുകയാണ് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. ഈ വീഡിയോ തൽക്കാലം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു സുഹൃത്തുക്കളെ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.